പാറേക്കാട്ടിൽ പിതാവ് അറ്റ് ദ ടൈം ഓഫ് ദ സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിൽ അദ്ദേഹം ആബേൽ അച്ഛനെയാണ് പിടിച്ചത്. ഈ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും പാട്ടുകളും ആക്കാനായിട്ട് ആബേൽ അച്ഛനെ പിടിച്ചു. കാരണം എന്താണ്? ആബേൽ അച്ഛൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മുമ്പിൽ ഡോക്ടർ ആബേൽ എന്ന് എഴുതിയിട്ടില്ല. പക്ഷെ അദ്ദേഹം റോമിൽ നിന്ന് ഡോക്ടറേറ്റ്, ലിറ്ററേച്ചറിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അതെ. അതേസമയം ഹി വാസ് എ പണ്ഡിതൻ ഇൻ സിറിയക് ലാംഗ്വേജ് ആൻഡ് ഹി വാസ് ഈക്വലി ഓർ ഈവൻ ബെറ്റർ പോയറ്റായിരുന്നു, മലയാളത്തിലെ പോയറ്റ്. അപ്പം ഇതെല്ലാം കൂടിയുള്ള ഒരു വ്യക്തി പ്രഭാവമാണ് ആബേലച്ചൻ. ആ ആബേലച്ചനെ പാറേക്കാടിൽ പിതാവ് വർണ്ണിച്ചു, ഇതൊക്കെ ചെയ്യണം. ആബേലച്ചനാണെങ്കിൽ വളരെ അറിവുള്ളതും സൗമ്യനുമായ കെ ആനിമാഷിനെ മ്യൂസിക്കിനെ പിടിച്ചു. അവർ ചെയ്തു വെച്ച പാട്ടുകൾ ഇന്നും വാല്യൂബിളാണ്. നമ്മളതൊക്കെ മറന്നു കളഞ്ഞു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ഒരു പാട്ട് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. വേറെ ആരും മറ്റു പാട്ടുകളൊന്നും, എത്രയോ നല്ല നല്ല പാട്ടുകളുണ്ട്. അപ്പം ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ആബേലച്ചൻ ചെയ്ത ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാത്ത കുറേയേറെ ഈണങ്ങളുണ്ട്. ആ ഈണങ്ങൾ വൈദികരുടെയും സന്യസ്തരുടെയും കാനോന നമസ്കാരത്തിലാണ് നിലനിൽക്കുന്നത്. വ്യത്യസ്തമായ സംഗീത ശൈലിയുമാണത്. അപ്പോൾ അതിൽ ആബേലച്ചൻ ചെയ്തത്, പാറേക്കാട്ടിൽ പിതാവ് ചെയ്തത്, ആബേലച്ചനോട് പറഞ്ഞു സുറിയാനി ഈണം നിലനിർത്തിക്കൊണ്ട് ട്രാൻസ്ലേഷൻ ഈ ഈണത്തിലേക്ക് മലയാളം കൊണ്ടുവരണം. അപ്പൊ അതിന്റെ വലിയൊരു മാസ്റ്റർ, വലിയൊരു ശാഖ തന്നെ, സംഗീത ശാഖ തന്നെയുണ്ട്. ഉദാഹരണത്തിന് കമ്പേൽ മാറാൻ കൈക്കൊള്ളണമേ, കമ്പേൽ മാറണ ആ മെലിസ്മ, അവസാനത്തെ മെലിസ്മ കളയാതെ കൈക്കൊള്ളണമേ. അടുത്ത ഫ്രേസ് ഹാൻ കുർബാന, ഹാൻ കുർബാന, കുർബാന. ഈ കുർബാനയ്ക്ക് ആബേലച്ചൻ മനോഹരമായ ഒരു മലയാള വാക്ക് കൊണ്ടുവന്നു, ബലി. ബലി, അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ബലി. നമ്മളിവിടെ ബലി പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഡിവൈൻ ഓഫറിങ്ങിനാണല്ലോ ബലി ഉപയോഗിക്കുന്നത്. ഹാൻ കുർബാന ബലി എന്നാഥ എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ വളരെ മെലഡി നിലനിർത്തി, സുറിയാനി മെലഡി നിലനിർത്തിക്കൊണ്ട് മലയാള ഗൗരവമായൊരു ഡോക്ടറേറ്റ് വിഷയമാണത്. ഞാൻ എൻ്റെ ഡോക്ടറൽ ഡിസർട്ടേഷനിൽ ആബേലച്ചൻ്റെ കാനോനമസ്കാരത്തിലുള്ള ഈണങ്ങളാണ് അനലിറ്റിക്കൽ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. വലിയൊരു സംഭാവന. ഇപ്പം മുമ്പ് പറഞ്ഞ ഗ്രിഗോറിയൻ ചായനുള്ള ഇൻചിപ്പിത്ത്, ആ ശൈലി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്തുണ്ട്. ഒരു വിരുത്തം പറയും. ഇപ്പം നമ്മൾ ഒപ്പീസ്, സുറിയാനിക്കാരുടെ ഒപ്പീസിൽ അത് കേൾക്കാം. അപ്പോൾ ഒരു ഇൻചിപ്പിത്ത് പറഞ്ഞിട്ട് പിന്നെ ആ പാട്ട്, അപ്പൊ പാട്ട് പാടുമ്പോൾ നമ്മൾ അതേപ്പറ്റി സാമ്പിൾ പറയാം. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും, ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും തുടക്കം. മിശിഹാ കർത്താവിൻ തിരുമൈ നിണവും ഇതാ. അപ്പൊ ഈ പ്രോസ് ബൈബിൾ വേഴ്സ് പറഞ്ഞിട്ട് അത് ഭക്ഷണത്തെ പറ്റിയാണ്. ഇവിടെ മിശിഹാ കർത്താവിൻ തിരുമൈ നിണവും ഇതാ, പാവന ബലിഭീഴി സ്നേഹഭയങ്ങളോട് അണയുക നാം അഖിലരും ഒന്നായ സന്നദ്ധിയിൽ പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അപ്പൊ അങ്ങനെ ആ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ടാണ് തുടക്കത്തില് സിറോമലബാർ കുർബാന വന്നത്. പിന്നെയാണ് ഇപ്പോഴത്തെ ഈ സിനിമാ ശൈലി ഇതിലേക്ക് വന്നത്. 1962 സിറോമലബാർ കുർബാനയും ഇപ്പോഴത്തെ കുർബാനയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് മ്യൂസിക്കലി, സംഗീത ശൈലിപരമായിട്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ശൈലികൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കാവുന്ന ശൈലികൾ നമ്മുടെ ഇടയിൽ തന്നെ മധ്യത്തിലുണ്ട്. നമ്മളതിനെ മരിച്ചവരുടെ പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി നിർത്താതെ